വികസന പ്രവർത്തനങ്ങളുടെ നീണ്ട നിരയാണ് മലയോര മണ്ഡലമായ റാന്നി നിയോജക മണ്ഡലത്തെ വ്യത്യസ്തമാക്കുന്നത്. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ഉൾപ്പെടുന്ന റാന്നി നിയോജക മണ്ഡലം വികസന കുതിപ്പിന്റെ പാതയിൽ മുന്നേറുമ്പോൾ സമാനതകളില്ലാത്ത നേട്ടമാണ് മണ്ഡലത്തിന് പറയാനുള്ളത്. നവകേരളം നവമുന്നേറ്റത്തിലൂടെ റാന്നിയിലെ വികസന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിൽ ഉൾപ്പെടുന്ന റാന്നി, പഴവങ്ങാടി, അങ്ങാടി, പെരുന്നാട്, ഐരൂർ, ചെറുകോൽ, നാറാണാമുഴി, വടശ്ശേരിക്കര, വെച്ചൂച്ചിറ എന്നീ ഗ്രാമപഞ്ചായത്തുകളും മല്ലപ്പള്ളി താലൂക്കിൽ ഉൾപ്പെടുന്ന എഴുമറ്റൂർ, കോട്ടാങ്ങൽ, കൊറ്റനാട് എന്നീ പഞ്ചായത്തുകളും ചേർന്ന മണ്ഡലമാണ് റാന്നി. നമസ്കാരം, ഞാൻ റാന്നി MLA പ്രമോദ് നാരായൺ. കിഫ്ബി കേരളത്തിൽ വരുത്തിയ മാറ്റത്തെ ഒരു MLA എന്ന നിലയിലും ഒരു മലയാളി എന്ന നിലയിലും വിലയിരുത്തുമ്പോൾ എൻ്റെ മനസ്സിൽ നിറയുന്നത് ആഹ്ലാദവും അഭിമാനവുമാണ്. ആ മാറ്റങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് കൗതുകം കലർന്ന ഒരു കാര്യം ആമുഖമായി പറയട്ടെ. പ്രവാസികളെല്ലാവരും നമ്മളെ കാണുമ്പോൾ നമ്മോട് പങ്കുവച്ചിരുന്ന ഒരു കാര്യമുണ്ട്. പുറത്തുള്ള റോഡുകൾ, യാത്രാ സൗകര്യങ്ങൾ, ഇതെല്ലാം എന്നാണ് കേരളത്തിൽ സാധ്യമാകുന്നത്? നമ്മുടെ കേരളവും മാറണ്ടേ? നമ്മളിൽ പലരും കേരളത്തിന് പുറത്തും വിദേശത്തുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതെല്ലാം കേരളത്തിൽ സാധ്യമാണ്? കിഫ്ബി വരുത്തിയ മാറ്റത്തിൻ്റെ ഏറ്റവും ലഘുവായ എന്നാൽ ഏറ്റവും മിഴിവാർന്ന ഉത്തരം ഇതാണ്: ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അത് കേരളത്തിലും സാധ്യമാണ് എന്ന് തെളിയിക്കാനായി അതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് കിഫ്ബിയാണ് എന്നതാണ്. കിഫ്ബിയുടെ ഇക്കാലം അത്രയുമുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആയിരത്തി 1957 രൂപീകൃതമായ മണ്ഡലം മറ്റ് നിയോജക മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ പിന്നോക്കാവസ്ഥയിലായിരുന്നു. ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നതോടെ റാന്നി തലയുയർത്തുകയാണ്. പത്തനംതിട്ട ജില്ലയ്ക്കും കേരളത്തിനും അഭിമാനമായി. അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെ മെച്ചപ്പെടുത്തിയുള്ള സമഗ്ര വികസനത്തിനാണ് റാന്നി സാക്ഷ്യം വഹിക്കുന്നത്. കുടിവെള്ളം, ആരോഗ്യം, റോഡ്, വിദ്യാഭ്യാസം തുടങ്ങി സമസ്ത മേഖലകളിലും മറ്റ് നിയോജക മണ്ഡലങ്ങളോട് കിടപിടിക്കുന്ന മണ്ഡലമാവാനുള്ള കുതിപ്പിലാണ് റാന്നി. മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റാനുതകുന്ന ഒട്ടനേകം പദ്ധതികൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഇതിൽ പ്രധാനമാണ് നോളജ് വില്ലേജും സ്കിൽ ആൻഡ് ഇന്നവേഷൻ ഹബ്ബും. 10 കോടി രൂപയാണ് സ്ഥലം ഏറ്റെടുക്കാനായി അനുവദിച്ചിരിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ വിദ്യാർത്ഥികൾ, സംരംഭകർ, തൊഴിലന്വേഷകർ എന്നിവർക്ക് ഏറെ സാധ്യതകളാണ് ഉയർന്നുവരിക. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കിഫ്ബി വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, അത് റാന്നിയിലുണ്ടാക്കിയ ചലനങ്ങൾ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം വിദ്യാലയങ്ങളെ എങ്ങനെയാണ് അത് കിഫ്ബി പദ്ധതി മാറ്റിമറിച്ചത് എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കേരളത്തിൽ നോളജ് വില്ലേജ് എന്നൊരു പദ്ധതി, ഒരു വൈജ്ഞാനിക മുന്നേറ്റത്തിന് വേണ്ടിയുള്ള സമഗ്രമായൊരു പദ്ധതി നടപ്പിലാക്കുന്ന MLA എന്ന തരത്തിൽ കിഫ്ബി പദ്ധതിയിലൂടെ 3 വിദ്യാലയങ്ങളുണ്ടായ മാറ്റം. വെച്ചൂച്ചിറ കോളനി സ്കൂൾ 5 കോടി രൂപയ്ക്കാണ് അതിമനോഹരമായൊരു കെട്ടിടം. എഴുമറ്റൂർ സ്കൂൾ പാരമ്പര്യമുള്ള വിദ്യാലയമാണ്. എഴുമറ്റൂർ രാജരാജവർമ്മയെ പോലെയുള്ള
പ്രഗത്ഭർ പഠിച്ച വിദ്യാലയം, അവിടെ 3 കോടി രൂപയ്ക്കാണ് ഒരു പുതിയ കെട്ടിടമുണ്ടായത്. ഇടമുറി സ്കൂൾ, പാവങ്ങളായിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന, ആദിവാസി മേഖലയിൽ നിന്നുൾപ്പെടെയുള്ള കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ്. 2.9 കോടി രൂപയ്ക്കാണ് അവിടെ ആധുനിക സൗകര്യങ്ങളൊരു കെട്ടിടമുണ്ടായത്. ഇവിടെയൊക്കെ കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ എന്നാലോചിക്കുമ്പോഴാണ് ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങൾ, നല്ല ക്ലാസ് മുറികൾ, ആ ക്ലാസ് മുറികൾ ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന ഒരു മികവാർന്ന പഠനാന്തരീക്ഷം, ഹാപ്പിനെസ് ഇൻഡെക്സ് ഓഫ് കിഡ്സ്, കുഞ്ഞുങ്ങളുടെ ആഹ്ലാദകരമായ പഠനാനുഭവത്തെക്കുറിച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ക്ലാസ് മുറികൾ ഇരുന്ന് ഏറ്റവും പ്രകാശിതമായ ദിവസങ്ങൾ ലഭ്യമാക്കി അവരെ പഠിപ്പിക്കാൻ കഴിഞ്ഞു. അതാണ് കിഫ്ബി സംഭാവന ചെയ്ത ഏറ്റവും വലിയ മാറ്റം. വർത്തമാനകാലത്തുള്ള വികസനം മാത്രമല്ല, വരുംകാല തലമുറകൾക്ക് വേണ്ടി വിദ്യാലയങ്ങളിൽ വരുത്തിയ മാറ്റത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും സവിശേഷതയാർന്നത്, ഏറ്റവും മാതൃകാപരം എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ് മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്നത്. റാന്നി ഗവൺമെന്റ് ആശുപത്രിയിൽ 17 കോടിയിലേറെ രൂപ ചെലവഴിച്ചുള്ള പുതിയ കെട്ടിടം ആരോഗ്യരംഗത്തെ സുപ്രധാന നേട്ടമാണ്. ശബരിമല തീർത്ഥാടനത്തിന്റെ കവാടമായ വടശ്ശേരിക്കരയിൽ പുതിയ പാലം ഉയരുന്നതോടെ വികസന രംഗത്തെ കുതിച്ചുചാട്ടത്തിന് നാന്ദി കുറിക്കും. ശബരിമല തീർത്ഥാടനത്തിന് ഏറെ പ്രസക്തിയുള്ള ചെറുകോൽപ്പുഴ റാന്നി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കും. ഇതിനായി 54 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 45.2 കോടി രൂപ മുതൽ മുടക്കി പണികഴിപ്പിക്കുന്ന റാന്നി പുതിയ പാലം ഗതാഗത രംഗത്തെ നാഴികക്കല്ലാകും. റോഡുകളുടെ കാര്യത്തിൽ ഇത്രയും മികച്ച റോഡുകൾ, BM&BC റോഡുകൾ വളരെ കുറച്ച് നമുക്കെല്ലാവർക്കും പരിചിതമല്ലായിരുന്നു. നമ്മുടെ റോഡ് നിർമ്മാണത്തിൻ്റെ ശീലത്തെ തന്നെ കിഫ്ബി മാറ്റിമറിച്ചു. ആ ഒരു ഹാബിറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറിനെ തന്നെ നമ്മൾ മാറ്റിമറിച്ചു. എത്ര റോഡുകളാണ് ഗ്രാമീണ മേഖലയിൽ നമ്മൾ കിഫ്ബി വഴി ആധുനിക നിലവാരത്തിലേക്ക് മാറ്റിയത്. ഇപ്പോൾ റാന്നി മണ്ഡലത്തിൽ തന്നെ കുമ്പളാംവേഗ അട്ടച്ചാൽ റോഡ് 17.28 കോടി രൂപയാണ്. ജേക്കബ് റോഡുമായി ബന്ധപ്പെടുന്ന റോഡ് ശൃംഖല 36 കോടി രൂപയാണ് നമ്മൾ സാധ്യമാക്കിയത്. ഈ റോഡുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. റാന്നി മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ കിഫ്ബിയുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കാൻ പോകുന്ന പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് റാന്നി പാലം. റാന്നിയിൽ ഒരു പുതിയ പാലം നിർമ്മാണം നമ്മൾ തുടക്കം കുറിച്ചു. അതിൻ്റെ സ്ഥലമേറ്റെടുക്കലിൽ വന്ന സങ്കീർണതകൾ എല്ലാം പരിഹരിച്ചുകൊണ്ട് റാന്നിയുടെ ഗതാഗത സൗകര്യത്തിൽ നാഴികക്കല്ലാകുന്ന, ഒപ്പം റാന്നി വഴി കടന്നുപോകുന്ന ആൾക്കും പ്രയോജനമാകുന്ന, ഒപ്പം ടൂറിസം സാധ്യതയിലേക്കും സൗന്ദര്യവൽക്കരണത്തിൻ്റെ പുതിയ സാധ്യതയിലേക്കും റാന്നിയെ കൊണ്ടുവന്നെത്തിക്കുന്ന ഈ പദ്ധതി 45.2 കോടി രൂപയ്ക്കാണ് ഒരു പുതിയ പാലം നമ്മൾ റാന്നി പുതിയ പാലം നമ്മൾ പൂർത്തിയാക്കാൻ പോകുന്നത്. BM&BC നിലവാരത്തിൽ 17.28 കോടി രൂപയുടെ കുമ്പളാംപൊയ്ക അട്ടച്ചാൽ റോഡ്, 36 കോടി രൂപ വകയിരുത്തി സാധ്യമാക്കിയ ജേക്കബ് റോഡുമായി ബന്ധപ്പെടുന്ന റോഡ് ശൃംഖല എന്നിവയെല്ലാം മണ്ഡലത്തിന്റെ വികസന മുന്നേറ്റത്തിന്റെ ചില ഏടുകൾ മാത്രം. വിദ്യാഭ്യാസ രംഗത്തും റാന്നിയെ കൈപിടിച്ചുയർത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇക്കാലയളവിൽ നടന്നത്. വിവിധ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കെട്ടിടങ്ങൾ പണികഴിപ്പിക്കുന്നതിനുമായി 10 കോടി രൂപയിലേറെയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ചെറുകോൽപ്പുഴ റാന്നി റോഡ് ശബരിമല തീർത്ഥാടനത്തിൽ ഏറ്റവും പ്രസക്തിയുള്ള റോഡാണ്. അവിടെ ഒട്ടേറെ ക്ഷേത്രങ്ങളെ റാന്നി വലിയ പള്ളിയുമായി എല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു പിൽഗ്രിം സർക്യൂട്ട് എന്ന് തന്നെ പറയാം. ആ റോഡിന് വേണ്ടിയിട്ട് 54 കോടി രൂപ ലോകപ്രസിദ്ധമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനും മാരാമൺ കൺവെൻഷനും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളെയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് രാമേശ്വരം ക്ഷേത്രമടക്കം കടന്നു പോകുന്ന ഈ സ്ഥലത്ത് നമ്മൾ 54 കോടി രൂപയ്ക്കാണ്
ഒരു റോഡ് നിർമ്മാണം ഇപ്പോൾ ഉടൻ തുടങ്ങാൻ പോവുകയാണ്. അയിരൂർ മാലാങ്കര റോഡ് കിഫ്ബിയുടെ പരിഗണനയിലാണ്. അതിൻ്റെ നടപടിക്രമങ്ങളുടെ അവസാന ഘട്ടത്തിലാണ്. 22.76 കോടി രൂപ. വിവിധ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് മഠത്തിഞ്ചാൽ നിന്നാരംഭിച്ച് റാന്നി മണ്ഡലത്തിലെ മലയോര മേഖലയിലെ മുക്കൂട്ടുതറ വരെ എത്തി നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ വികസനം പൂർത്തിയാക്കിയ, എന്നാൽ തുടർഘട്ടങ്ങൾ ഇനി പൂർത്തീകരിക്കേണ്ട പദ്ധതിക്കായി 51.65 കോടി രൂപയാണ് നാം ചെലവഴിക്കുന്നത്. ശബരിമലയിലേക്കുള്ള തീർത്ഥാടനത്തിൻ്റെ കവാടം എന്ന് വിശേഷിപ്പിക്കുന്ന വടശ്ശേരിക്കര, ആ വടശ്ശേരിക്കരയിൽ നമ്മളൊരു പുതിയ പാലം, അതിന് സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ഇപ്പോൾ പൂർത്തിയായി. ഡിസൈനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ പാലം നിർമ്മാണവും അതിവേഗം ആരംഭിക്കാനാകും. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ മാത്രം 91 കോടി രൂപയുടെ പദ്ധതിയാണ് നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ശബരിമല നിലനിൽക്കുന്ന സ്ഥലമാണ് റാന്നി മണ്ഡലം. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള അയ്യപ്പ ഭക്തന്മാർ, ആ അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുന്ന ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് കേരളത്തിൻ്റെ സുപ്രധാനമായ ചുമതലയാണ്. അവിടെ നിലയ്ക്കൽ സമഗ്രമായിട്ടുള്ള വികസന പദ്ധതിയാണ് കിഫ്ബിയുടെ ധനസഹായത്തോടെ നാം നടപ്പിലാക്കുന്നത്. ഒപ്പം ശബരിമല മാസ്റ്റർ പ്ലാന്റെ ഭാഗമായി കിഫ്ബിയുടെ ഒട്ടേറെ പദ്ധതികൾ ഇതുമായി ചേർത്തുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തും നമ്മൾ നടപ്പിലാക്കുകയാണ്. ഇതെല്ലാം വിവരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു: വിദ്യാഭ്യാസം, ആരോഗ്യം. റാന്നി ആശുപത്രി, അപ്പോൾ റാന്നി ആശുപത്രിയിൽ 17 കോടി രൂപയ്ക്ക് മുകളിൽ ചെലവഴിച്ചുകൊണ്ടാണ് ഒരു പുതിയ കെട്ടിടം ഇനി വരാൻ പോകുന്നത്. ഒരു ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടമാണ്. അപ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡ്, അതോടൊപ്പം തന്നെ കുടിവെള്ളം, ഇങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ദിശകളെയും സ്പർശിക്കാൻ കിഫ്ബി പദ്ധതികൾക്ക് കഴിയുന്നുണ്ട്. അപ്പം ഒരു വളരെ യുണീക്കായിട്ടുള്ള, വളരെ അനുപമമായൊരു പദ്ധതി കൂടി കിഫ്ബിയുടെ പരിഗണനയിലാണ്. കിഫ്ബിയുടെ CEO കൂടിയായിട്ടുള്ള KM എബ്രഹാം സാറിൻ്റെ വലിയ പിന്തുണ ലഭിക്കുന്നൊരു പദ്ധതിയാണ്. റാന്നി മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന റാന്നി നോളജ് വില്ലേജിൻ്റെ ഭാഗമായിട്ടുള്ള സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ്. അതിന് 10 കോടി രൂപ സംസ്ഥാന ബജറ്റിൽ നിന്നും സ്ഥലം ഏറ്റെടുക്കാൻ ലഭ്യമാക്കിയിട്ടുണ്ട്. അതിന് DPR, സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് തയ്യാറാക്കുകയാണ്. ആ പദ്ധതിയുടെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹീറോ കമ്പോണൻ്റായി, അപ്പം ഡിസൈൻ, അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, റോബോട്ടിക്സ്, ഇതെല്ലാം മറ്റ് ഘടകങ്ങളായിട്ടും വരുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ് വിദ്യാർത്ഥികൾക്ക്, തൊഴിൽ അന്വേഷകർക്ക്, സംരംഭകർക്ക്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ടാകുന്ന സാങ്കേതിക വിദ്യയുടെയും വൈജ്ഞാനിക മേഖലയുടെയും മാറ്റങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും സംരംഭങ്ങൾ കെട്ടിപ്പടുക്കാനും അപ്സ്കില്ലിങ്ങിനും ഒക്കെയുള്ള സാധ്യത ഒരുക്കുന്ന ഈ സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബും കിഫ്ബിയുടെ ധനസഹായത്തോടെ പൂർത്തീകരിക്കാൻ കഴിയും എന്നതാണ് MLA എന്നിലുള്ള പ്രതീക്ഷ. കേരളം ഒരു പുതിയ കേരളമായി മാറണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരാധുനിക ജീവിത ക്രമമുണ്ടാകണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പരിമിതിയായിരുന്നു നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങളിലുണ്ടായിരുന്ന ഒരു മികവിൻ്റെ കുറവ്. നമ്മുടെ റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, ഇവിടെയെല്ലാം കിഫ്ബി കൊണ്ടുവന്ന ഒരു സർവതല സ്പർശിയായ വികസനമുണ്ട്. വിസ്മയകരമായ മാറ്റമുണ്ട്, അങ്ങനെ തന്നെ പറയണം എന്നെനിക്ക് തോന്നുന്നു. ഒരു അമേസിങ് ട്രാൻസ്ഫർമേഷൻ. മാറ്റം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു വലിയ രൂപാന്തരം, വളരെ ചേതോഹരമായ ഒരു രൂപാന്തരം. അത് കാഴ്ചയിലും ഉള്ളടക്കത്തിലും ഒക്കെ വികസനത്തിൻ്റെ ഒരു ഭാഷയിൽ, ഒരു ലാംഗ്വേജ് ഓഫ് ഡെവലപ്മെൻറ്റിൽ കിഫ്ബി കൊണ്ടുവന്ന അത്ഭുതകരമായൊരു മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആശയത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള സംസ്ഥാന സർക്കാരിനോടും അത് ഫലപ്രദമായി തുടരുന്ന കിഫ്ബിയുടെ നേതൃത്വത്തോടുമുള്ള സ്നേഹം ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നവകേരളം നവമുന്നേറ്റം എന്ന ലക്ഷ്യത്തിലൂന്നി റാന്നിയിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിന് പുത്തൻ ഉണർവാണ് നൽകിയിരിക്കുന്നത്. മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസനങ്ങൾ തുടരുന്നത് മലയോര ജില്ലയ്ക്ക് തന്നെ മുതൽക്കൂട്ടാവുകയാണ്.
7 നിയമസഭാ മണ്ഡലങ്ങളടങ്ങിയ പത്തനംതിട്ട ജില്ലയിലെ കോന്നി നിയമസഭാ മണ്ഡലം വർത്തമാനകാല കേരളത്തിന്റെ നവനിർമ്മിതിയിൽ തീർത്തത് സുവർണ തിളക്കത്തിന്റെ ഏടുകൾ. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്കൊപ്പം വിനോദസഞ്ചാര മേഖലയുടെയും സമഗ്ര വികസനത്തിന്റെ നേട്ടമാണ് കോന്നി മണ്ഡലത്തിന് പറയാനുള്ളത്. കോന്നിയുടെ വികസന പാതയിലൂടെ നവകേരളം നവമുന്നേറ്റം. ആയിരത്തി 1965 മണ്ഡലം രൂപീകൃതമായ അന്നു മുതൽ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി മുറവിളി കൂട്ടുന്ന മണ്ഡലങ്ങളിലൊന്നായിരുന്നു കോന്നി. പ്രത്യേകിച്ച് യാത്രാ സൗകര്യത്തിന്റെ കാര്യത്തിലും മെച്ചപ്പെട്ട ചികിത്സയ്ക്കായുള്ള ദീർഘദൂര യാത്രയുമൊക്കെ മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട വെല്ലുവിളികളായിരുന്നു. കിഫ്ബി പദ്ധതി കോന്നിയുടെ ദീർഘകാലത്തെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കി ഈ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി എഴുതിയിട്ടുണ്ട്. കോന്നിയിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്ന കോന്നി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായത് കിഫ്ബി പദ്ധതിയിലൂടെയാണ്. ആ മെഡിക്കൽ കോളേജ് നടക്കില്ല എന്ന് ജനം വിധിയെഴുതിയതാണ്. ആ ഘട്ടത്തിലാണ് 352 കോടി രൂപ സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ നിന്നും അനുവദിക്കുന്നത്. അങ്ങനെയാണ് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. ആശുപത്രി കെട്ടിടം പുതിയതായി നിർമ്മിച്ചത്. അതോടൊപ്പം തന്നെ മറ്റു സൗകര്യങ്ങളെല്ലാം ഹോസ്റ്റലുകൾ, അക്കാഡമിക് ബ്ലോക്ക്, ഓഡിറ്റോറിയം, മോർച്ചറി, മെഡിക്കൽ കോളേജിനാവശ്യമായ എല്ലാ എക്യുപ്മെൻസുകളും, ജീവനക്കാർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ അനുവദിച്ച് കോന്നി മെഡിക്കൽ കോളേജായി മാറിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ കിഫ്ബി പദ്ധതിയിലൂടെയാണ്. അതുമാത്രമല്ല, ധാരാളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ കോന്നി താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ വലിയ നിലയിലാണ് കിഫ്ബിയിലൂടെ മുമ്പോട്ട് പോയിട്ടുള്ളത്. രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 4 വർഷം പൂർത്തിയാക്കുമ്പോൾ കോന്നി മെഡിക്കൽ കോളേജ് അടക്കമുള്ള മണ്ഡലത്തിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് കോന്നിയിലെ ജനത. അടൂർ പ്രകാശ് രാജിവെച്ച ഒഴിവിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ CPM-ൽ നിന്ന് മത്സരിച്ച KU ജനീഷ് കുമാറാണ് മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായത്. തുടർന്ന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും ജനീഷ് കുമാർ തന്നെ മണ്ഡലത്തിന്റെ ജനനായകനായി. കോന്നിയുടെ ആരോഗ്യ ഭൂപടം തന്നെ മാറ്റിമറിച്ച കോന്നി മെഡിക്കൽ കോളേജ് തന്നെയാണ് സുസ്ഥിര വികസനത്തിന്റെ പ്രധാനപ്പെട്ട അടയാളം. 352 കോടി രൂപയുടെ മെഡിക്കൽ കോളേജ് നിർമ്മാണത്തോടെ ഹോസ്റ്റൽ, അക്കാദമിക് സ്പേസ്, ക്വാർട്ടേഴ്സ്, മോർച്ചറി എന്നിവയും യാഥാർത്ഥ്യമായി. കോന്നി മെഡിക്കൽ കോളേജിന് പിന്നാലെ മെച്ചപ്പെട്ട ഗതാഗത മാർഗങ്ങൾ സൃഷ്ടിക്കുന്നതിലും കോന്നി ഏറെ മുന്നോട്ടു പോയി. അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകളും പാലങ്ങളും ഇന്ന് ഈ മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട മുഖമുദ്രകളായി. സീതത്തോട് പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കിയതടക്കം എണ്ണം പറഞ്ഞ വികസന പ്രവർത്തനങ്ങളാണ് റോഡ് വികസനത്തിൽ മണ്ഡലത്തിന് സ്വന്തമായി ഉള്ളത്. മണ്ഡലത്തിന്റെ പ്രദേശങ്ങളിൽ ഏറിയതും വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതടക്കമുള്ള വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് എന്നതും ശ്രദ്ധേയം. ഇതോടൊപ്പം അച്ചൻകോവിൽ കോന്നി റോഡിന്റെ വികസനത്തിനായി വനം വകുപ്പിന്റെ അനുമതിക്കായുള്ള നീക്കം ഏറെക്കുറെ പൂർത്തിയാകുന്നുമുണ്ട്. ധാരാളം റോഡുകൾ വലിയ പ്രയാസമുളവാക്കുന്നതായിരുന്നു. ആ റോഡുകളെല്ലാം തന്നെ നവീകരിച്ചിട്ടുള്ളത് കിഫ്ബിയിലൂടെയാണ്. അട്ടച്ചാക്കൽ കുംബ്ലാംബൈക റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. വിവിധ റോഡുകളുടെ നിർമ്മാണം അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ BNNBC നിലവാരത്തിലുള്ള ടാറിംഗ് നടത്തിയാണ് ആ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിക്കുന്നത്. സീതത്തോട് പാലം
അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു. കിഫ്ബി പദ്ധതിയിലൂടെയാണ് ആ പാലം അനുവദിച്ചിട്ടുള്ളത്. അച്ചൻകോവിൽ കോന്നി റോഡ്, ആ റോഡ് കിഫ്ബിയിൽ നിന്നും ഭരണാനുമതി ലഭ്യമാക്കി വന അനുമതിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. മറ്റ് ധാരാളം റോഡുകൾ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ അടിസ്ഥാന വികസന മേഖലകൾക്കൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലും സമഗ്ര വികസനത്തിന്റെ നേട്ടമാണ് കോന്നി മണ്ഡലത്തിന് പറയാനുള്ളത്. മണ്ഡലത്തിലെ പ്രൈമറി സ്കൂളുകൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ വരെ മെച്ചപ്പെട്ട കെട്ടിട സൗകര്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലൈബ്രറികളും മൈതാനങ്ങളും മിക്ക സ്കൂളുകൾക്കുമുണ്ട്. സ്കൂളുകൾ എടുത്താൽ ചിറ്റാർ സ്കൂളും കോന്നി ഹയർ സെക്കൻഡറി സ്കൂളും കലഞ്ഞൂർ ഹയർ സെക്കൻഡറി സ്കൂളും ഉൾപ്പെടെയുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളും മറ്റ് സ്കൂളുകളിലുമെല്ലാമായി കിഫ്ബി നടപ്പിലാക്കിയ പദ്ധതി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ വലിയ മുമ്പോട്ട് പോക്കാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കോന്നിയുടെ നാനാവിധ വികസനത്തിന് കിഫ്ബി വലിയ സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ റോഡുകളുടെ നവീകരണമടക്കം നിരവധി വികസന പദ്ധതികൾ മണ്ഡലത്തിൽ സമയബന്ധിതമായി നടപ്പിലാക്കി. മലയോര ജനതയുടെ ജീവിത സാഹചര്യങ്ങൾ കാലോചിതമായി മാറേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടാണ് കോന്നിയുടെ വികസന രാഷ്ട്രീയത്തിന്റെ നയം. വന്യമൃഗശല്യം കാർഷിക മേഖലയിലും മനുഷ്യന്റെ സുരക്ഷിതത്വത്തിനും വെല്ലുവിളിയാകുന്ന സാഹചര്യം മണ്ഡലത്തിലുണ്ടായിരുന്നു. കോന്നി വനാതിർത്തിയിൽ സോളാർ ഫെൻസിങ്ങിനായി 2 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാറ്റിവെച്ചത്. ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം കൂടി വരുന്ന സാഹചര്യത്തിൽ കോന്നിയിലെ വന അതിർത്തിയിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് വേണ്ടി 2 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുള്ളത്. നിരവധിയായ വികസന പദ്ധതികളാണ് കോന്നിയിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി കിഫ്ബിയിലൂടെ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൾനാടൻ വിനോദസഞ്ചാര മേഖലയുടെ വികസനം മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ്. വികസനമെത്തിക്കുന്നതിൽ മലയോര മേഖലയെന്ന പതിവ് വെല്ലുവിളി കോന്നിയും മറികടന്ന കാഴ്ചയാണ് നവകേരളം നവമുന്നേറ്റത്തിന്റെ ഈ അധ്യായത്തിൽ കണ്ടത്.